ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും റിസ്നാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതൊരു വെറൈറ്റി ആയിട്ടുള്ള സാമ്പാർ തന്നെയാണ്. അപ്പം അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. അപ്പം പച്ചക്കറികൾ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. പിന്നെ പച്ചക്കറികൾ അരിയുമ്പോൾ ഈ ഒരു രീതിയിൽ അരിയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് വലുപ്പമല്ല, ഒരുപാട് ചെറുതാക്കി അരിയരുത്. ഒരു മീഡിയം വലുപ്പത്തിൽ ഒരു ക്യൂബ്സ് ആയിട്ട് വേണം പച്ചക്കറികൾ അരിയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകായതുകൊണ്ട് 3 എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ്. ഇത് അധികം പുളിയില്ലാത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അതൊരു തണ്ട് കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചട്ടിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുക്കറിലാണെങ്കിലും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്കിത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഏകദേശം ഒരു പച്ചക്കറികളെല്ലാം തന്നെ മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ ചട്ടിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിതിന് പകരം ഈസി ആയിട്ട് നിങ്ങൾക്ക് കുക്കറിൽ ചെയ്താലും കുഴപ്പമില്ല. അപ്പം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഒരു പകുതിയോളം തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പകുതി വേവായി വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങക്കായയാണ്. അപ്പോൾ മുരിങ്ങക്കായ എപ്പോഴും നമ്മൾ കുക്കറിലാണെങ്കിലും അല്ലെങ്കിൽ ചട്ടിയിലാണെങ്കിലും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ സാമ്പാറിൽ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ മുരിങ്ങക്കായ എപ്പോഴും ഇങ്ങനെ വേവിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് മൊത്തത്തിൽ വേവിച്ചെടുക്കാം. ആ ഒരു സമയത്ത് ഇതിലേക്കുള്ളൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്കൊരു 4 വെണ്ടയ്ക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു വഴുതനങ്ങ, ഒരു മീഡിയം വഴുപ്പത്തിലുള്ള വഴുതനങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കാരണം ഈ വഴുതനങ്ങയ്ക്കും അതുപോലെ തന്നെ വെണ്ടയ്ക്കും നല്ല വേവ് കുറവാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ പച്ചക്കറികൾ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് കഴിഞ്ഞാൽ അത് വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ ഇങ്ങനെ എണ്ണയിൽ വഴറ്റുമ്പം. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ചെറിയ ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മളൊരു 5 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 6 വെളുത്തുള്ളീൻ്റെ അല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 3 വറ്റൽമുളക്. ഇതിന് എരിവ് കുറവാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച്, നല്ല എരിവുള്ള വറ്റൽമുളകൊക്കെ ആണെങ്കിൽ 1-2 ചേർത്താൽ മതി കേട്ടോ. അപ്പം എരിവ് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തേങ്ങയാണ് കേട്ടോ. തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആ തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറിലേക്ക് ആയാൽ മാത്രം മതിയാകും. ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് സാമ്പാർ പൊടി ചേർക്കുകയാണ്. അപ്പം ഞാനിവിടെ ബോബീസിൻ്റെ സാമ്പാർ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു സാമ്പാർ പൊടിയിൽ എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ മസാലപ്പൊടികൾ അധികം ചേർക്കേണ്ട. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, എരിവിൽ കുറഞ്ഞ മുളക് പൊടിയാണ്. നമ്മൾ ഓൾറെഡി എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമുക്കൊരു കുറച്ച് കായത്തിൻ്റെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, കാരണം ഈ സാമ്പാർ പൊടിയിലൊക്കെ കായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി കായം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഒരു നുള്ള് കായപ്പൊടി ചേർത്താൽ മതി. ഇപ്പോൾ എല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവിച്ച പരിപ്പാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പരിപ്പ്, നന്നായിട്ട് സാമ്പാർ പരിപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. അപ്പം ഏകദേശം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് കട്ടിക്ക് പിഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ പുളി നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു തക്കാളി പുളി കുറവായതുകൊണ്ട് നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് കുതിർത്തിട്ട് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുളിയുടെ എല്ലാം സത്തും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോഴാണ് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഴുകിയ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടില്ലേ വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേവീൻ്റെ തിക്നെസ് ആക്കി എടുക്കാം. ഇപ്പോൾ അത് കണ്ടില്ല, എന്നാൽ അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു ഗ്രേവിയാണ്. എന്നിട്ട് നമുക്കിത് ഈ ചെറിയ ചൂട് കിടക്കുമ്പോൾ വീണ്ടും നമ്മുടെ വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരുന്നതാണ്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പുതിനയില ഞാൻ ഇട്ടിട്ടില്ല, മല്ലിയില മാത്രമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ശേഷം അവസാനം നമുക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ താളിച്ച് ചേർക്കുമ്പം നമ്മൾ സാധാരണ വെളിച്ചെണ്ണയും കടുകും ഉണക്കമുളകും കറിവേപ്പിലയും അത് ചേർത്തിട്ട് നമുക്കിതിനകത്തോട്ട് താളിച്ച് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു റെസിപ്പി. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് ഞാൻ പറയില്ല, എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിത് ചൂടോടുകൂടി തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ ഇത് നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇഡ്ഡലീൻ്റെ കൂടെയാണ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഞാൻ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പൂ പോലത്തെ ഇഡ്ഡലിയാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ ഇഡ്ഡലി ബാറ്ററൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ, അതിനേക്കാളൊക്കെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ആ ഒരു ഇഡ്ഡലീൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചോറിനുമൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റസ്നാസ് റെസിപ്പിയുടെ കണ്ടുമുട്ടാം. ടാറ്റാ ബൈ.